بسم الله الرحمن الرحيم إنهم يرونه بعيدا ونراه قريبا സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൽ തഖ്വ ചെയ്തുകൊണ്ട് അവന്റെ നിയമ നിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് അവന്റെ ഇരുലോകത്തെയും അനുഗ്രഹത്തിന് അർഹരാകുന്ന വിധം മുത്തഖീങ്ങളായി, സൂക്ഷ്മാലുക്കളായി, ഭക്തരായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അതോടൊപ്പം പരിശുദ്ധ റമളാന്റെ മുന്നോടിയായി കൃഷി ഇറക്കുന്ന റജബ് മാസത്തിലാണുള്ളത്. ശഅബാൻ വളം ചേർക്കുന്ന മാസമാണ്. റമളാൻ കൊയ്തെടുക്കുന്ന മാസവുമാണ്. എല്ലാം കൂടെ യോജിച്ചു വന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതോടൊപ്പം നമ്മുടെ എല്ലാം മുമ്പിലേക്ക് നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും തൊട്ടുണർത്തുന്ന അനുഭവങ്ങളും സംഭവങ്ങളും മുന്നറിയിപ്പായി അള്ളാഹു നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പുതുവർഷത്തിന്റെ തുടക്കത്തിൽ പല തീരുമാനങ്ങളും പദ്ധതികളും ഉണ്ടാവുക സ്വാഭാവികമാണ്. എല്ലാത്തിനും അപ്പുറം നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വെള്ളത്തിനും ഭക്ഷണത്തിനും ശ്വാസത്തിനും നിശ്വാസത്തിനും അള്ളാഹു കണക്കാക്കിയ ഒരു അവധിയുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ടായി. ദുബൈയിൽ ഒരു അപകടത്തിൽ മരിച്ചുപോയ 4 പിഞ്ചു മക്കളുടെ ഫോട്ടോയും അവരുടെ ഖബറിനരികിൽ വീൽ ചെയറിൽ നിന്ന് വിതുമ്പുന്ന പിതാവിന്റെ ചിത്രവും നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ഒരുപാട് പദ്ധതികൾ ഉണ്ടായിരുന്നു അവരുടെ മനസ്സിൽ. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാവി എല്ലാവരും മുമ്പിൽ കണ്ടിരുന്നു. പക്ഷേ അള്ളാഹു കണക്കാക്കിയത് മറ്റൊന്നാണ്. ഇത് നമ്മെ ബോധ്യപ്പെടുത്തേണ്ട വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപത്തുണ്ട് മരണം എന്നതാണ്. വഫൗക തദ്ബീറുനാ ലില്ലാഹി തദ്ബീറു വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം. നമ്മുടെ തീരുമാനങ്ങൾക്കപ്പുറം, നമ്മുടെ കാഴ്ചപ്പാടിനപ്പുറം, നമ്മുടെ ആഗ്രഹങ്ങൾക്കപ്പുറം തീരുമാനമെടുക്കുന്ന മറ്റൊരുവനുണ്ട് എന്ന് ലോകത്തെ അനുഭവിക്കുന്നതിലൂടെ നിരന്തരം അള്ളാഹു പഠിപ്പിച്ചു കൊണ്ടിരിക്കും. അത് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമാണ്. നമ്മുടെ അറിവിന്റെ മുകളിൽ ഒരറിവുള്ളവനുണ്ട്. ഖുർആൻ ഉദ്ധരിച്ചതാണ്. ഇത് അള്ളാഹു നിരന്തരം നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എത്ര സന്തോഷത്തോടെയാണ് ആ കുടുംബം യാത്ര ചെയ്തത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രാർത്ഥനയുടെ അർത്ഥവും ആശയവും ഗൗരവവും പ്രാധാന്യം ഇത്തരം അനുഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുക. നമ്മുടെ നേതാവ് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ, നീ തന്ന നിഅമത്തുകൾ അതൊരു പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നതാവാം, എനിക്കൊരുപാട് പ്രതീക്ഷ നൽകുന്നതാവാം ആ റഹ്മത്ത്, ആ അനുഗ്രഹം. അത് നീക്കിക്കളയാനും തന്നതുപോലെ നിനക്ക് സാധിക്കും. അതുകൊണ്ട് നീ തന്ന നിഅമത്ത് എന്നിൽ നിന്ന് പൊടുന്നനെ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. സഹോദരന്മാരെ, നമ്മളെല്ലാവരും മാതാപിതാക്കളാണ്, രക്ഷിതാക്കളാണ്. നമ്മൾക്ക് 4 മക്കളുണ്ടെങ്കിൽ എന്തൊക്കെ പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാവും. എത്രമാത്രം പ്രതീക്ഷ നൽകുന്നതാണ് നമ്മുടെ മക്കൾ. ആ നിഅമത്ത് എത്ര പെട്ടെന്നാണ് നീങ്ങിപ്പോയത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക. നീ തന്ന ആരോഗ്യം രോഗത്തിന് വഴിമാറാൻ ഒരു ടെസ്റ്റിന്റെ സമയം മതി.
വേറെ ഏതോ ഒരു രോഗത്തിന് ടെസ്റ്റ് നടത്തിയതാണ്. അപ്പോഴാണ് മറ്റേ രോഗം 4ാമത്തെ സ്റ്റേജും കഴിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടത്. എത്ര അനുഭവം ഉണ്ട് അങ്ങനത്തത്? ആരോഗ്യത്തിൽ അഹങ്കരിക്കേണ്ടതില്ല, ഒന്നിലും അഹങ്കരിക്കേണ്ടതില്ല. കപ്പൽ യാത്ര ചെയ്യുന്ന കപ്പൽ രാഷ്ട്രാന്തര ഗമനത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഖുർആൻ ഇറങ്ങുന്നത്. അന്ന് വ്യോമശാസ്ത്രം പുരോഗമിച്ചിട്ടില്ല, വ്യോമമാർഗം യാത്രയില്ല. അന്നത്തെ യാത്ര രാഷ്ട്രാന്തര ഗമനത്തിന് കപ്പലാണ്. ആ കപ്പൽ യാത്ര ചെയ്യുന്നവരോട് സൂറത്ത് യാസീൻ എന്താ പറഞ്ഞത്? ഇല്ലാ റഹ്മത്തൻ മിന്നാ വമതാഅൻ ഇലാ ഹീൻ. നിങ്ങളുടെ ഡ്രൈവിങ്ങിന്റെ പക്വത കൊണ്ടല്ല നിങ്ങളുടെ വാഹനം നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുന്നത്. ഇല്ലാ റഹ്മത്തൻ മിന്നാ വമതാഅൻ ഇലാ ഹീൻ. അള്ളാന്റെ കാരുണ്യം കൊണ്ടാ. നാമെങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം അവരെ മുക്കി നശിപ്പിക്കുമായിരുന്നു. അവർന്ന് കടലിന്റെ നടുവെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് കരഞ്ഞിട്ട് ആര് കേൾക്കാനാ? ഒരാളും കേൾക്കാനും ഉണ്ടാവൂല, ഒരാളും സംരക്ഷിക്കാനും ഉണ്ടാവൂല. അതുകൊണ്ട് ഞാൻ ഭയങ്കര പറക്കുന്ന ഡ്രൈവർ, അങ്ങനെ പറക്കണ്ട. ഒന്നിലും അഹങ്കരിക്കേണ്ടതില്ല. എല്ലാം നിമിഷാർദ്ധങ്ങളെ കൊണ്ട് അവസാനിച്ചു പോകും. അതാ സംഭവിച്ചത്. പൊടുന്നനെയുണ്ടാകുന്ന അപകടം എന്തെങ്കിലും പ്രതീക്ഷിച്ചുണ്ടായിരുന്നോ? ഇതുപോലെ എത്ര സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. എങ്കിൽ അത് ഈ ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് നൽകേണ്ട മുന്നറിയിപ്പ് എന്താണെന്നറിയോ? നിങ്ങൾ എന്തൊക്കെ പദ്ധതികളും എന്തൊക്കെ തീരുമാനങ്ങളും എടുത്താലും അതെവിടെ എത്തണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഫഖീറന്മാരാ. വല്ലാഹു ഹുവൽ ഗനി, ഒരാളുടെയും സഹായം വേണ്ടാത്തവൻ അല്ലാഹ് മാത്രാണ്. നിങ്ങൾ വിചാരിച്ച ഏത് സംഗതി പൂർത്തിയാക്കണമെങ്കിലും അള്ളാഹിന്റെ സഹായം അല്ലാതെ സാധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തേക്ക് കാല് വെക്കുമ്പോഴേ ഈ പ്രാർത്ഥന പറയാതെ പ്രവാചകൻ വീട്ടിന്റെ പുറത്തേക്ക് കാല് വെച്ചത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഭാര്യമാര് പറയാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല. മോട്ടോർ വാഹനം കണ്ടുപിടിക്കാത്ത ഒരു കാലഘട്ടത്തിലായി പ്രാർത്ഥിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ ഈ പ്രാർത്ഥനയുടെ ആവശ്യം തന്നെ അല്ല. എന്തായാലും അർത്ഥം എന്നറിയോ? ഏതെങ്കിലും വണ്ടി വന്ന് കൂട്ടിമുട്ടുവോ? ഇല്ലല്ലോ. ഒട്ടകനെ ഒട്ടകത്തിനോ കൂട്ടിമുട്ടുവോ? കുതിരവണ്ടിമോ കൂട്ടിമുട്ടുവോ? ഇല്ല. ഇന്നോ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമുണ്ടോ? ഇങ്ങോട്ട് വന്ന് കയറിയാലോ? നോക്കൂ നിങ്ങൾ, ഇന്ന് ആവശ്യമുള്ള പ്രാർത്ഥന എന്നാ പഠിപ്പിച്ചത്? 1400 കൊല്ലം മുമ്പ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. അല്ലാഹുവേ, ഞാൻ സ്വയം വഴി തെറ്റുന്നതിൽ നിന്ന്, എന്നെ മറ്റുള്ളവർ വഴി തെറ്റിക്കുന്നതിൽ നിന്ന്, എനിക്ക് അബദ്ധം പറ്റുന്നതിൽ നിന്ന്, മറ്റൊരാൾക്ക് പറ്റുന്ന അബദ്ധത്തിൽ ഞാൻ പെട്ടുപോകുന്നതിൽ നിന്ന്. ചോദിക്കട്ടെ സഹോദരന്മാരെ, ഈ പ്രാർത്ഥന ഏറ്റവും പ്രസക്തമായത് അന്നാണോ ഇന്നാണോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ അവിടെ അവസാനിക്കും. അതുകൊണ്ട് 2026 കലണ്ടർ നമ്മുടെ കൈ കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ സ്ഥാപിച്ചത്. ആ കലണ്ടർ മാറി 27 കലണ്ടർ നമ്മളെ കൈ കൊണ്ട് വെക്കുമെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ മാവിനിയില്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ജീവിതം ഉപയോഗപ്പെടുത്തിയേ പറ്റൂ. അള്ളാഹു അങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പിൽ ചില അടിസ്ഥാന ബോധങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന്, നിങ്ങളെ വീട്ടില് ഒരു LP സ്കൂളിലോ UP സ്കൂളിലോ പഠിക്കുന്ന കുട്ടി ഉണ്ടെങ്കിൽ ഓനെ വിളിച്ചിട്ടല്ല ഓളെ വിളിച്ചിട്ട് ചോദിക്കൂണ്ടി, മോനെ ഈ എന്നാ മരിക്കേ? ഞാൻ UP സ്കൂളിൽ എത്തിച്ചല്ലോ. SLC കഴിയണം, +2 കഴിയണം, ഡിഗ്രി കഴിയണം, PG കഴിയണം, വിവാഹം കഴിക്കണം, കുട്ടികളുണ്ടാവണം, ആ കുട്ടികളെ കെട്ടിക്കണം, ഓലെ കുട്ടികളെ നഴ്സറി കൊണ്ടുപോകണം. അതാണ് അവസാനത്തെ വഴി. എന്നിട്ട് കുറെ കാലം സൂക്കടായി കിടക്കണം. എന്നിട്ട് വരാൻ പോണ മരണത്തെ പറ്റി എന്തിനാ വാപ്പ ഈ 4ാം ക്ലാസ് പഠിക്കുന്ന എന്നോട് ചോദിക്കണമെന്നല്ലോ ചോദിക്കുക? അതെ. എന്നാൽ അള്ളാഹ് എന്താ പറഞ്ഞത്? നമ്മളൊക്കെ അത് വളരെ വിദൂരമായിട്ടല്ലേ കാണുന്നത്. മരണം
വിചാരണതൊക്കെ വളരെ ദൂരെ. ഇന്നഹും യറൗനഹു ബഈദാ, ജനങ്ങൾ അതൊക്കെ വളരെ വിദൂരമായി കാണുന്നു. വനറാഹു ഖരീബാ, നാം ആരാ? ഈ നാം മരണത്തെ സംവിധാനിച്ചവൻ, ആയുസ് കണക്കാക്കിയവൻ, നമ്മെ സൃഷ്ടിച്ചവൻ, നമ്മെ മരിപ്പിക്കുന്നവൻ, അവൻ പറയാ വനറാഹു ഖരീബാ, ഞാൻ മരണത്തെയും മരണാനന്തര അനുഭവങ്ങളെയും വളരെ അടുത്തായിട്ടാ കാണുന്ന. നമ്മളോ വളരെ ദൂരെയായിട്ടാ കാണുന്നത്, വളരെ ദൂരെയായിട്ടാ കാണുന്നത്. ഒരു വീട്ടിലെ ഇളയ കുട്ടി എപ്പോഴാ മരിക്കല്? എല്ലാവരും മരിച്ചിട്ട് എന്നാ കൊണ്ട് തോന്നുക. എന്റെ വീട്ടിൽ 7ാമത്തെ മെമ്പറാ ഞാൻ. എനിക്കെന്താ തോന്നുക? മൂത്ത കാക്ക മരിച്ചു, 2ാമത്തെ കാക്ക മരിച്ചു, 2 പെങ്ങന്മാര് മരിച്ചു, ശേഷം 2 ആളും മരിച്ചിട്ടേ ഞാൻ മരിക്കൂ. ഇങ്ങനെ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട് സഹോദര. മരണത്തിന് ഇല്ലാന്ന് കാണിച്ചില്ല ദുബായ് അബുദാബി റോഡ് ഇന്ന് ലോക മുസ്ലിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നറിയോ? ഒരു മുൻഗണനാക്രമവും മരണത്തിന് ബാധകമല്ല. നിങ്ങൾ കെട്ടുറപ്പുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നാലും മരണം നിങ്ങളെ പിടികൂടും, ഒരു സംശയമില്ല. ഇന്നഹും യറൗനഹു ബഈദൻ വനറാഹു ഖരീബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാൾ കയറി വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് വീടില്ല, വീടുണ്ടാക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ എൻ്റെ അടുത്തുണ്ട്, 1 സെന്റ് ഭൂമിയില്ല, 1 സെന്റ് ഭൂമിയില്ല. ആരെങ്കിലും 1 സെന്റ് ഭൂമി തന്നാൽ എൻ്റെ കയ്യിലുള്ള സാധന സാമഗ്രി കൊണ്ട് എനിക്കൊരു പുര ഉണ്ടാക്കിയിട്ട് എൻ്റെ ഭാര്യയും മക്കളെയും ഒക്കെ അവിടെ ഇരുത്തിട്ട് പണിക്ക് പോവുന്നു. എനിക്ക് ജോലിക്ക് പോകാൻ വയ്യ, കാരണം റോഡ് സൈഡിൽ ഇവരെ ഇട്ടിട്ട് പോകാൻ പറ്റൂലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള സ്വഹാബികളൊക്കെ ചോദിച്ചു, ആർക്കെങ്കിലും 1 സെന്റ് സ്ഥലം? ഇല്ല, ആരെടുത്തില്ല. എന്നാൽ ഇല്ലെങ്കിൽ എങ്ങനെ അയാൾ പെരുമാറേണ്ടത്? ഖൗലും മഅറൂഫുൻ, നല്ല വാക്ക് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ അയാളെ ചേർത്ത് പിടിച്ചു. സാരല്ല, നമുക്ക് അന്വേഷിക്കാം, പരിഹാരം ഉണ്ടാക്കാം. നിനക്കൊരു വീടിന്റെ പ്രശ്നമല്ലേ, മറ്റുള്ള സ്വഹാബികൾ വരട്ടെ, എല്ലാവരോടും ആലോചിക്ക്. നല്ല നിലക്ക് അയാൾക്കൊരു വീട് കിട്ടിയ മാതിരി മൂപ്പര് പോയത്. 2 ദിവസം കഴിഞ്ഞു. ഈ വീട് ആവശ്യപ്പെട്ട് വന്ന വ്യക്തിയെ അദ്ദേഹം ആ ആവശ്യവുമായി വന്ന് സംസാരിച്ച ആ സന്ദർഭത്തിൽ പള്ളിയിലുണ്ടായിരുന്ന ഒരു സ്വഹാബി അങ്ങാടിയിൽ വെച്ച് കാണുകയാണ്. അപ്പൊ അയാൾ ഓടിച്ചെന്ന് ഇയാളെ കൈപിടിച്ചു. നിങ്ങളല്ലേ മെനിയാന്ന് പള്ളിയിൽ വന്നിട്ട് വീടുണ്ടാക്കാൻ സ്ഥലം ചോദിച്ചത്? അതെ. അന്ന് എൻ്റെ അടുത്തില്ലായിരുന്നു, എനിക്കിപ്പോ കുറച്ച് ഭൂമി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ എടുത്തോളി, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തോളി. അപ്പൊ അയാൾ പറഞ്ഞു, വേണ്ട. വേറെ കിട്ടിയോ? ഇല്ല. വീടുണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം. വീട് വേറെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. പിന്നെന്താ പ്രശ്നം? നിങ്ങൾ ഭൂമി എടുത്തോളൂ. അപ്പൊ അദ്ദേഹം ഈ സഹോദരനോട് പറഞ്ഞത്, നിങ്ങൾ ഖുർആനിൽ ആയത്തിറങ്ങി കേട്ടില്ലേ? ഖുർആനിൽ വീടുണ്ടാക്കണ്ടെന്ന് ആയത്തുണ്ടോ? ഇല്ല. പിന്നെ ഏതപ്പോ ഒരു പുതിയ ആയത്തിറങ്ങിയത്? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഇഖ്തറബ എന്ന അടുത്തിരിക്കുന്നു, ലിന്നാസി ജനങ്ങളോട്, ഹിസാബുഹും അവരുടെ വിചാരണ. അപ്പൊ ഏറ്റവും അടുത്ത പ്രശ്നം ഏതാ? വീടാണോ വിചാരണയാണോ? വീടാണോ വിചാരണയാണോ? പറയ്, ഏതാ? വീട്. നമ്മൾ വീടാണ്, അറുണ്ടാക്കണം, അതിന് സൗകര്യം ഉണ്ടാക്കണം. മരണമൊക്കെ പിന്നെ എപ്പോഴെങ്കിലും വരുന്നതല്ലേ, വിചാരണ അതിന്റെ അപ്പുറത്തല്ലേ. എന്താ ഖുർആൻ പറഞ്ഞത്? അവരശ്രദ്ധയിൽ. നമുക്ക് ഇതിന്റെ വിചാരണയെ പറ്റി യാതൊരു ചിന്തയില്ലല്ലോ. പൈസ ചെലവാക്കിനോട്ട് വിചാരണ ഉണ്ട്. സഹോദരന്മാരിക്കും നോക്കും. ഉണ്ടാക്കുന്നിടത്തുണ്ടോ? കൊടുക്കുന്നിടത്തുണ്ടോ? വാങ്ങുന്നിടത്തുണ്ടോ? കച്ചവടത്തിലുണ്ടോ? വീടുണ്ടാക്കുന്നിടത്തുണ്ടോ? ഡ്രസ്സിങ്ങിലുണ്ടോ? വിവാഹത്തിലുണ്ടോ? എവിടെ പഠിച്ചോണ്ടത്? വിചാരണത്. എന്നാൽ ഏറ്റവും അടുത്ത് നിൽക്കണേതാ? വിചാരണയാണ്. ഞാൻ എന്റെ വിചാരണയുടെ ഉത്തരം കണ്ടെത്തട്ടെ, എന്നിട്ട് വീടുണ്ടാക്കാം. നമ്മൾ ഇതെങ്ങനെ കാണുന്നത്? ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബ. നാം അല്ലാഹു അത് വളരെ അടുത്തായി കാണുന്നു. 2, ദുനിയാവിന്റെ നൈമിഷികത. ഇവിടെ വിചാരം എന്താ അറിയോ? മെക്സവനൊക്കെ പോയി ഇങ്ങനെ ആക്കിയ കാലാകാലം ഇവിടെ നിൽക്കുന്ന ചിലവര് ജിമ്മിൽ പോയിട്ട്
10 കിലോ അരി വീടിയെന്ന് കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരൂല. എന്നിട്ട് 25 കിലോ ഉള്ള കട്ട പൊന്തിക്കുക താത്തുക എന്തിന്? ഈ മസിൽ ശരിയാവാൻ. എന്നാലോ മരിക്കൂല. മനസ്സിലായോ? എന്നാ വിചാരം എത്ര നൈമിഷികാന്നറിയോ ഈ ലോകത്തെ ജീവിതം? സൂറത്തുൽ കഹ്ഫ് ഓതിനോ? ചോദിക്കില്ലേ അസ്ഹാബുൽ കഹ്ഫിനോട്, കം ലബിസ്തും, നിങ്ങൾ എത്ര കാലം ഈ ഗുഹയിൽ താമസിച്ചിട്ടുണ്ട്? എത്ര? 300 അല്ലെ 309. പക്ഷെ ഒരു പറഞ്ഞ മറുപടി എന്താ? ലബിസ്ന യൗമൻ ഔ ബഅദ യൗം. ഒരു ദിവസം, ഒരു ദിവസം ഒന്നുമില്ല, അര ദിവസമേ ഉള്ളൂ. എന്താ അതിന്റെ അർത്ഥം? ദുനിയാവ് എത്ര ചെറുതാ? ഇതേ ചോദ്യം പരലോകത്തെത്തി കോടാനക്കോടി മനുഷ്യരോട് അള്ളാഹു ചോദിക്കും, കം ലബിസ്തും ഫിൽ അർദി അദദ സിനീൻ. 960 കൊല്ലം ജീവിച്ച ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ 950 കൊല്ലം ജീവിച്ച നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഔ 70. എന്റെ ആയുർദൈർഘ്യം, എന്റെ സമുദായത്തിന്റെ ആയുർദൈർഘ്യം 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്ന് പറഞ്ഞ അന്ത്യപ്രവാചകന്റെ സമുദായം വരെ നിലനിന്നു നിൽക്കുന്ന മനുഷ്യറയിൽ അള്ളാഹുവിന്റെ ചോദ്യം, കം ലബിസ്തും, നിങ്ങളൊക്കെ ദുനിയാവിൽ എത്ര കാലം ജീവിച്ചിരുന്നിട്ടുണ്ട്? സത്യസന്ധമായിട്ട് എങ്ങനെയാ മറുപടി പറയേണ്ടത്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയണം 950, ആദം നബി 960, നമ്മളോ എത്രയാണോ അത്ര. എന്നാൽ മറുപടി കോമൺ. എന്താ മറുപടി? ലബിസ്ന യൗമൻ ഔ ബഅദ യൗം. ഞങ്ങൾ ഒരു ദിവസത്തിന്റെ ഏതാനും സമയം മാത്രമേ പച്ചപ്പൊള്ളല്ലേ ഇപ്പൊ പറഞ്ഞത്. ഇത് എങ്ങനെ പറയാൻ കാരണം? അക്ബർ ചക്രവർത്തി തന്റെ കൊട്ടാര വിദൂഷകന്മാർ ഇരിക്കുമ്പോ ചുമന്മൽ ഒരു വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വര മായ്ക്കാതെ ഈ വര ചെറുതാക്കാൻ ആർക്ക് സാധിക്കും? ബീർബൽ എന്താ ചെയ്തത്? അതിന്റെ അപ്പുറത്ത് വലിയൊരു വര ഉണ്ട് വരച്ചു. അപ്പൊ എന്തായി? ഇത് ചെറുതായി തോന്നി. ഇതാ സംഭവിച്ചത്. മഹ്ശറിലെ ഒരു ദിവസം ഈ ദുനിയാവില് 50,000 കൊല്ലം. പിന്നെ ദുനിയാവ് എന്ന സാധനം ഉണ്ടോ തന്നെ സംശയാവൂലേ? എന്നാ നമ്മളെ വിചാരം എന്താ? ഇത് കാലാകാലം, ഇത് ഇത്രയും നിസ്സാരമാണ്, നൈമിഷികമാണ്. സഹോദര, ഉള്ളിലേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ തീർന്നു. രാത്രി ഉറങ്ങുമ്പോൾ പറഞ്ഞ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചാൽ തീർന്നു. ആയിക്കോട്ടെ, അത് മരിച്ചാളാന്ന് പറഞ്ഞാലോ കഴിഞ്ഞു. എത്ര ആളങ്ങനെ പോയി? ഇന്നലെ രാത്രി ചോറിന്ന് കിടന്നാണ് അത്രേ. നേരം വെളുക്കുമ്പോ ഭാര്യ വന്ന് വിളിച്ചപ്പോഴാ എത്ര ഉണ്ട്? അത്രേ ഉള്ളൂ. എന്നിട്ടോ നമ്മളൊക്കെ വിചാരം എന്താ അറിയോ? ഒരാഴ്ച കഴിഞ്ഞിട്ട്, 2 ആഴ്ച കഴിഞ്ഞിട്ട്, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഓക്കെ ഞാൻ അവിടെ എത്തിക്കോളാം. ഏടത്തിന് ഒരു ഇൻഷാല്ലും കൂടി ഉണ്ടാവില്ല. അത്ര ഉറപ്പായി പൂങ്കക്കും. എങ്കിൽ അങ്ങനെയല്ല, നൈമിഷികമാണ് ഈ ദുനിയാവിലെ ജീവിതം. മൂന്നാമത്തത്, ദുനിയാവും പരലോകവും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് അതിന്റെ പ്രാധാന്യ ഗൗരവത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. മക്കളെ, പരലോകത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ദുനിയാവിനാണ് 1-ാം സ്ഥാനം. എല്ലാം കഴിഞ്ഞിട്ടേ പരലോകത്തിന്റെ കാര്യം ഉണ്ടാവുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ടേ പരലോകം ഉണ്ടാവുള്ളൂ. ദുനിയാവാണ് ഒന്നാമത്. കാരണം അതിന്റെ മഹത്വമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഋഷലദാസന 4 ഉദാഹരണം പറഞ്ഞു കൊടുത്തു. വളരെ പഠനാർഹമായ 4 ഉദാഹരണം. 1, അസർ നമസ്കാര ശേഷം അങ്ങാടിയിലൂടെ നടക്കുമ്പോ ഒരാട്ടിൻകുട്ടി ചത്തു കിടക്കുന്നു. ആ ആട്ടിൻകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് അങ്ങാടിയിലെ കച്ചവടക്കാരും വാങ്ങാൻ വന്നവരുമായ ആളുകളോട് നമ്മുടെ നേതാവ് ചോദിക്കുന്നു, ഈ ആട്ടിൻകുട്ടിയെ 1 ദിർഹമിന് ആർക്ക് വേണം? സാധാരണ ആട്ടിൻകുട്ടിക്ക് 2 ദിർഹമാണ് വില. ഇത് ചത്തതായതുകൊണ്ട് ആദായമുണ്ട്, പകുതി വിലക്കാം. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, എന്നാ വെറുതെ തരാം. ആർക്കാ വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ട. എങ്കിൽ ഇതാകുന്നു ദുനിയാവ്. ഇത് കിട്ടിയോനാണ് നമ്മളെ സമൂഹത്തിൽ വലിയ മാന്യൻ. അത് കിട്ടിയോനാണ് അനുകരിക്കൽ, ആവാൻ മോഹിക്കൽ, ആവാൻ കഴിയാത്തതിന്റെ പേരിൽ ദുഃഖിക്കൽ. മനസ്സിലായോ? ഇതിന്റെ പേരിൽ ഈ ചത്ത ആട്ടിൻകുട്ടിയാ. ഓന്റെ വിചാരം എന്താ? ഓൻ അള്ളാഹ് അനുഗ്രഹിച്ചീന്നാ. പരീക്ഷിച്ചത് ആ സാധുവിന് മനസ്സിലായില്ല. പൈസ കൂടുമ്പോൾ പരീക്ഷണാണ്. നിങ്ങളെ പുയ്യാപ്പള ഗൾഫ് പോയി 3 ലക്ഷം ഉറുപ്പിയുള്ള പണി. 3 ലക്ഷം ഒന്നും ഒരു സംഖ്യ അല്ല. എന്റെ വിവരക്കോട് പറഞ്ഞ കേട്ടോ, ഒരു 4-5 ലക്ഷം ഉറുപ്പ്യ ശമ്പളം ഒരു പണി കിട്ടിയാൽ ഏതെങ്കിലും ഭാര്യന്റെ പിതാവ് പറയോ എന്റെ പുയ്യാപ്പള ഭയങ്കര പരീക്ഷണത്തിലാണ്? ഇല്ല. ജോലി കിട്ടാതെ കൊണ്ട് പോന്നാലോ പരീക്ഷണമായി. ഇത് പരീക്ഷണമാണോ? നമുക്കറിയില്ല. അനുഗ്രഹം എന്ന വിചാരം പരീക്ഷണമാണ്.
എങ്കിൽ അതാകുന്നു ദുനിയാവ്. ഈ ചത്ത ആട്ടിൻകുട്ടിക്ക് നിങ്ങൾ എന്ത് മൂല്യമാണോ കൽപ്പിക്കുന്നത്, അതേ അള്ളാഹു നിങ്ങൾ കണ്ടതും കാണാത്തതുമായ മുഴുവൻ ദുനിയാവിനും കൂടി അള്ളാഹ് കൊടുക്കുന്നുള്ളൂ. ഏത് ലോകത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം? 2, വെള്ളത്തിൽ ഇങ്ങനെ വീണ് മണ്ണിൽ കിടന്ന് നുരുമ്പിപ്പോയ ഒരു അസ്ഥി കഷ്ണം, ഒരു തുണി കഷ്ണം തൊട്ടാൽ തന്നെ കീറിപ്പോകും. നായക്കൾ കടിച്ചിട്ട് നായയുടെ പല്ലിന് വഴങ്ങാത്തത് കൊണ്ട് നായ ഒഴിവാക്കി പോയ ഒരു അസ്ഥി കഷ്ണം. ഇത് രണ്ടും ചൂണ്ടിക്കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് 1 ദിർഹമിന് ആർക്ക് വേണം? ഇതൊരു ദിർഹമിന് വേണം? ഞങ്ങൾക്ക് വേണ്ട. എന്നാ വെറുതെ തരാ. ഹൈ, ഞങ്ങൾക്ക് വേണ്ട. എങ്കിൽ ഇതാകുന്നു ദുനിയാവ്. പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 3ഉം 4ഉം ഉണ്ടല്ലോ, പ്രാക്ടിക്കലാ, നമുക്ക് തന്നെ ചെയ്തു നോക്കാം. ഇന്ന് ചെയ്യാം. മഗ്‌രിബിന് കൊതുക് വരുമ്പം ഒരു കൊതുകിനെ കൊല്ലുക. ആ കൊന്ന കൊതുകിന് എത്ര ചിറകുണ്ട്? 2 ചിറകുണ്ട്. ആ 2 ചിറകിന്റെ വില ദുനിയാവിന് അല്ലാഹ് കൊടുത്തിട്ടില്ല. ആ 2 ചിറകിന്റെ വില ദുനിയാവിന് അല്ലാഹ് കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്നെങ്കിൽ സത്യനിഷേധികൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും അള്ളാഹു കൊടുക്കുമായിരുന്നില്ല. ഏതിന്റെ പിന്നാലെ ഓടുന്നത്? ഏത് ഒഴിവാക്കിയിട്ട് ആലോചിക്ക്. ഞാനും പെടും. 4-മത്തെ എന്താ അറിയോ? കുട്ടികളെ കൊണ്ട് ബീച്ചിൽ പോകുമല്ലോ എപ്പോഴെങ്കിലും ഒക്കെ, നല്ല കാര്യമാണ്. അപ്പോ തിരമാല അടിച്ചിട്ട് നമ്മളെ കാലിന്റെ അടുത്തേക്ക് വെള്ളം ഇങ്ങോട്ട് വരുമ്പോ ചെറിയ വിരലൊന്ന് ആ വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് തിരിച്ചെടുത്തിട്ട് വിരലിൽ എത്ര വെള്ളം ഉണ്ട്? ഒരു 3-4 തുള്ളി വെള്ളം ഉണ്ടാവും, അതിലപ്പുറം ഉണ്ടാവൂല. അത് ദുനിയാവും. കടലിൽ എത്ര വെള്ളമുണ്ട്? കടലിൽ എത്ര വെള്ളമുണ്ട്? അത് പരലോകം. എത്ര വ്യത്യാസം? ഏതിന്റെ പിന്നാലെ ഓടുന്നത്? ഏതിനേക്കാൾ ഏതിനാ സ്ഥാനം കൊടുക്കുന്നത്? ഏത് നഷ്ടപ്പെടുമ്പോൾ ആ ദുഃഖമുണ്ടാകുന്നത്? ആലോചിക്ക്. 2026 എന്തൊരു മാറ്റം ഉണ്ടാവണ്ടേ? ഈ നിസ്സാരത നമുക്ക് ബോധ്യപ്പെടണം. അങ്ങനെ ദുനിയാവും പരലോകവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപത്തുള്ള മരണത്തെ പറ്റി ഓർത്ത്, ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിചാരണയെ പറ്റി ഓർത്ത്, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ വർഷത്തിലേക്കാണ് പ്രവേശിച്ചതെങ്കിൽ ഇനിയുള്ള ദിനരാത്രങ്ങൾ, പ്രത്യേകിച്ച് റമദാൻ അടക്കമുള്ള മാസങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ വർഷം ചെയ്തതിനേക്കാൾ എന്തെങ്കിലും ഒരു നന്മ കൂടുതൽ ചെയ്യാനുള്ള പ്രതിജ്ഞയും പ്രാർത്ഥനയുമാണ് നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബിറിദല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് രണ്ടാമതൊരിക്കൽ കൂടെ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. 3 ഗുണങ്ങൾ അടിസ്ഥാനപരമായി നമ്മിൽ ഉണ്ടാവണം. 1, ഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിന്റെ സംബന്ധിച്ചുള്ള ബോധവും ഭയവും നിലനിർത്തണം. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. പല നിലക്ക് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ പോയാലും അള്ളാഹിനെ സൂക്ഷിക്കണം. രഹസ്യത്തിലും പരസ്യത്തിലും. പരസ്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പലരും രഹസ്യത്തിൽ സൂക്ഷിക്കാറില്ല. അതുകൊണ്ടൊരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ മൂല്യം അളക്കാൻ അള്ളാഹ് നോക്കല് രഹസ്യത്തിൽ എങ്ങനെയാണ്. ഞാൻ ആരാ? ഇപ്പൊ നിങ്ങളെ മുമ്പിൽ നിൽക്കണ ഞാനല്ല. പിന്നെ ഞാൻ ആരാ? രഹസ്യ ജീവിതത്തിൽ ഞാൻ ആരാണോ അതാണ് ഞാൻ. അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ അദ്ദിക്റ വഖശിയ അർറഹ്മാന ബിൽ ഗൈബ്. എന്താ ഗൈബിന്റെ അർത്ഥം? എന്തും ചെയ്യും ഞാനുങ്ങളും. പരസ്യമായി ചെയ്യൂല. അപ്പൊ ഏതാ ഏറ്റവും മൂല്യം? രഹസ്യമായ ജീവിതം ശുദ്ധമാവണം. അസ്സിർറി വൽ അലാനിയ. അള്ളാഹിനെ പറ്റി രഹസ്യത്തിലും പരസ്യത്തിലും ഭയമുണ്ടാവണം. ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. ഖുർആനിലെ ഏറ്റവും ഗൗരവമുള്ള ആയത്ത് ഏതാണ്? അതേ ആയത്തും ആവാം. നിങ്ങൾക്ക് ഗൗരവം തോന്നിയാവില്ല, എനിക്ക് ഗൗരവം തോന്നുക, സ്വാഭാവികമാണത്. എന്നാൽ എല്ലാവരും ഏകോപിച്ച് പറഞ്ഞൊരു സംഗതി എന്താ അറിയോ? അള്ളാഹു എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് എന്ന ആയത്താണ് ഖുർആനിലെ ഏറ്റവും ഗൗരവമുള്ളത്.
അള്ളാഹു നമ്മുടെ പ്രവർത്തനം മാത്രമല്ല കാണുക, അതിൻ്റെ ഉള്ളിലെ മനസ്സിന്റെ അവസ്ഥ അള്ളാഹ്ക്ക് അറിയാം. അതനുസരിച്ച് ആ പ്രതിഫലം തരിക. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ എത്ര സൂക്ഷ്മമായിട്ടാണ് അള്ളാഹു വിലയിരുത്തുന്നത് എന്ന് കാണിക്കുന്ന എത്ര ആയത്ത് ഖുർആനിലുണ്ടെന്ന് അറിയോ? ഒരു ഉദാഹരണം, സൂറത്ത് ഹുജറാത്ത്. നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ്. അതിന്റെ 2-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബിയ്യ് വലാ തജ്ഹറൂ ലഹു കജഹരി ബഅദികും ലിബഅദ് അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. വിശ്വാസികളെ, നിങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ശബ്ദത്തെ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ അളവ് വരെ അള്ളാഹ് നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ അർത്ഥം പറയുന്നത് നല്ല കാര്യമാവട്ടെ. ഈ ആയത്തിറങ്ങിയപ്പോഴാ ഒരു യുദ്ധത്തിന് സൈന്യത്തെ അയക്കുമ്പോ, ഒരു ദഅവത്ത് സംഘത്തെ അയക്കുമ്പോ, ഒരു നിവേദക സംഘത്തെ അയക്കുമ്പോ അതിന്റെ നേതൃത്വം ആരെ ഏൽപ്പിക്കണം എന്ന വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും 2 ആളെ പേര് പറഞ്ഞു. 2 ആളെ അയക്കാൻ കഴിയില്ലല്ലോ, ഒരാളെ അയക്കാൻ കഴിയുള്ളൂ. ആ പറഞ്ഞ അല്പം ഒച്ച കൂടി നോക്കണങ്ങള്, നല്ല കാര്യമാണ് പറയണത്. ഒരു നിവേദക സംഘം പോവുകയാണ്, 2 ആളും ആ 2 ആളെ പേര് പറയാനും കാരണങ്ങളുണ്ട്. പക്ഷെ ആ പറഞ്ഞതിന്റെ ശബ്ദം കുറച്ച് കൂടിയപ്പോ അള്ളാഹ് ഇടപെട്ട്. കണ്ടോ എത്ര സൂക്ഷ്മമായിട്ടാണ് അള്ളാഹ് നോക്കുന്നത്? ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി, റസൂലിന്റെ ശബ്ദത്തെക്കാൾ ശബ്ദത്തിൽ സംസാരിക്കരുത്. എന്താ കാരണം അറിയോ? അൻ തഹ്ബത അഅമാലുകും, അമല് മുഴുവൻ പൊളിഞ്ഞു പോകും. സഹോദര, തെറ്റ് പറഞ്ഞിട്ടാണോ പോയത്? ഹറാമായ കാര്യം സംസാരിച്ചിട്ടാണോ പോയത്? ഹലാലായ ഒരു വിഷയത്തിന് 2 അഭിപ്രായം പറഞ്ഞപ്പോ അതല്പം ശബ്ദം കൂടിയപ്പോ എന്താ പടച്ചോൻ പറഞ്ഞത്? ഇതുവരെ ചെയ്തത് മുഴുവൻ ബാത്തിലായി പോകുന്നത്. എത്ര ഗൗരവമുണ്ട് ആലോചിച്ച് നോക്കിക്കളി. ഇത് കേട്ട 3-ാമത്തെ ഒരു സഹാബിയാണ് ഉണ്ടായിരുന്നു, സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പള്ളിക്ക് പിന്നെ പോയില്ല. എന്താണെന്നറിയോ? അദ്ദേഹം സ്വാഭാവികമായി ശബ്ദം കൂടുതലുള്ള ആളാണ്. ചില ആൾ അങ്ങനെ ഉണ്ടാവും, മെല്ലെ സംസാരിച്ചാൽ തന്നെ എല്ലാവരും കേൾക്കും. അപ്പൊ അദ്ദേഹത്തിന് ഈ ആയത്ത് ശരിക്കാട് തറച്ചു പാടച്ച റബ്ബേ, ഞാനെങ്ങാനും പള്ളിയിൽ പോയി സലാം പറഞ്ഞാൽ മതി. ആരോട്? അള്ളാഹു റസൂലിനോട്. എന്താവും? എന്റെ അമല് പോകും. കാരണം എന്റെ ശബ്ദം പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ കൂടുതലാണ്. സ്വാഭാവികമായി സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ കാണാനില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു, എവിടെ പോയി സാബിത്ത്? അപ്പൊ അയൽവാസി പറഞ്ഞു, റസൂലെ, മൂപ്പര് ഈ പള്ളിയിൽ വരൂല. അതിന്റെ ഈ ആയത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം പള്ളിയിൽ വരാതെക്കാനാ തീരുമാനിച്ചത്. എന്താ അറിയോ? സ്വാഭാവികമായി കുറച്ച് ശബ്ദം കൂടുതലുള്ള ആളാ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു, എന്നിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ലസ്ത അൻത മിൻഹും, താങ്കൾ അവരിൽപ്പെട്ടവനല്ല. ഏത്? ശബ്ദം ഉയർത്തിയിട്ട് അമല് പൊളിഞ്ഞോണ കൂട്ടത്തിലല്ല. തഈശു ബിഖൈർ തമൂതു ബിഖൈർ വതദ്ഖുലുൽ ജന്ന, നിങ്ങൾ നല്ല മനുഷ്യനായി ജീവിക്കും, നല്ലവനായി തന്നെ മരിക്കും, സ്വർഗത്തിലും പോകുന്നു. അത് ഇത് 2 കാര്യത്തിനാണ് പറഞ്ഞത്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ എത്ര സൂക്ഷ്മമായിട്ടാണ് അള്ളാഹ് വരുന്നത് മനസ്സിലായോ? ശബ്ദം വരെ, ശബ്ദത്തിന്റെ വോള്യം വരെ. സമീഉം ബസീറാണ് അള്ളാഹു. അതിനനുസരിച്ച് അള്ളാഹ് പരലോകത്ത് പെരുമാറുക. വീട്ടിന്റെ അകത്തുനിന്ന് ഭാര്യനോട് എങ്ങനെ കയർക്കാന്ന് വിചാരിക്കണ്ടോ, പരലോകത്ത് അള്ളാഹ് പിടിക്കും. ആലോചിച്ച് നോക്കി. 2-ാമത്തത്, അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ. ഖുർആനെങ്ങാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയതായിരുന്നെങ്കിൽ ഈ സാധനം ഖുർആൻ ഉണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഏത് സന്ദർഭത്തിലായി ആയത്തിറങ്ങുന്നത്? മക്കയിലെ പ്രമുഖരായ ആളുകൾ അവരെങ്ങാനും ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാമിന്റെ ചരിത്രം എന്ന് കാണുന്നത് പോലെ അല്ല. ഹിജ്റ ഉണ്ടാവൂല, യുദ്ധം ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. മക്ക ഇസ്ലാമിൽ കീഴടങ്ങും. അത്ര താല്പര്യത്തോടെ വന്ന് കിട്ടിയ സ്ഥിതിക്ക് ഓൾക്ക് ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ കണ്ണ് കാണാത്ത മനുഷ്യൻ കയറി വന്നത്. ആ മനുഷ്യൻ കയറി വന്നപ്പോ ഇത്രമേൽ ശ്രേഷ്ഠമായ ഒരു കർമ്മം ചെയ്യുന്നതിനിടക്കും ഈ മനുഷ്യനോട് കാണിച്ച അവഗണന അള്ളാഹ് ഒപ്പിയെടുത്തില്ലേ? ലോകാവസാനം വരെ ഖുർആൻ വായിക്കുന്ന ഖുർആൻ പഠിതാക്കൾക്ക് അവരുടെ മുമ്പിൽ പ്രവാചകനെ പറ്റി എന്ത് ധാരണ ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കി. അത്രയായിത്തിറക്കി അള്ളാഹു. അപ്പൊ അള്ളാഹു എത്ര സൂക്ഷ്മമായിട്ടാണ് ഒരു മനുഷ്യനെ പരിശോധിച്ചുകൊണ്ടിരിക്കണമെന്ന് ആലോചിച്ച് നോക്ക്.
അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ വിചാരണ വരാൻ പോണത്. അറിയാം നമുക്ക്? അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അള്ളാന്റെ ചോദ്യം വരാൻ പോണ. അറിയോ? അതിനേക്കാൾ അത്ഭുതമല്ലേ സഹോദരന്മാരെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം ആരാ? അന്ത്യപ്രവാചകനോട് പോലും അള്ളാഹ് വന്നു വത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, പ്രവാചകരെ താങ്കൾ പിൻപറ്റേണ്ടത് ഋജുമാനസനായ ഇബ്രാഹിമിന്റെ മില്ലത്താണ്. 1,24,000 പരം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഖലീലായി തെരഞ്ഞെടുത്ത ആദ്യത്തെ പ്രവാചകൻ, സ്വർഗത്തിലെ വസ്ത്രം ആദ്യമായി ധരിപ്പിക്കപ്പെടുന്ന പ്രവാചകൻ. ആ പ്രവാചകനെ പറ്റി അള്ളാഹു പറഞ്ഞു ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിമ, നിങ്ങൾക്ക് ഇബ്രാഹിമിലും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരിലും ഉത്തമമായ മാതൃകയുണ്ട്. ഈ വിഷയത്തിൽ ഇത് ഖാലൂ ലിഖൗമിഹിം, അവർ അവരുടെ നാട്ടിലെ അവിശ്വാസികളോട് പറഞ്ഞ ആ വാക്കിൽ, ആ നിലപാട് എന്താ നിലപാട്? ഇന്നാ ബുറാഉ മിന്നാ വമിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരിൽ നിന്നും നിങ്ങളിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ്. ആദർശ രംഗത്ത് നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് തൗഹീദിന് വേണ്ടി സംസാരിച്ച ആ സംസാരത്തിലുണ്ടല്ലോ വലിയ മാതൃക ഉണ്ട് കേട്ടോ എന്ന് ഖുർആൻ പറഞ്ഞു. ആരെ പറ്റി? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി. അടുത്ത വാക്കെന്താണെന്ന് അറിയോ? ഇല്ലാ ഖൗല ഇബ്രാഹിമ, ഇബ്രാഹിമിന്റെ ഒരു വാക്കിലൊഴികെ അത് നിങ്ങൾക്ക് മാതൃക ഇല്ല. കേട്ടോ, ഒരു വാക്ക് നിങ്ങൾക്ക് മാതൃക ഇല്ല. അള്ള അത്ര സൂക്ഷ്മമായിട്ടാ നോക്കണത്. ഏതാണ് ആ വാക്ക്? അദ്ദേഹം തന്റെ പിതാവിന് വേണ്ടി മഗ്ഫിറത്ത് തേടി. അത് പറ്റൂല. ആണോ? അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലും ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്ത് അള്ളാഹു വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും പരലോകം എന്താ സഹോദരന്മാരെ? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിനോ? ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, ഞാൻ പറഞ്ഞാലൊന്നും ഒരു കേൾക്കൂല. എങ്ങനെ പറഞ്ഞത്? എന്തേ ചെയ്തത്? എങ്ങനെയാ ചെയ്തത്? ആലോചിച്ചിനോ? അള്ളാഹ് സ്വീകരിക്കുന്ന രൂപത്തിലാണോന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എങ്ങാനും അള്ളാഹു നമ്മെ പരിശോധിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താ? പരിശോധിച്ച് നോക്കി. വലാ തകുൻ കസാഹിബിൽ ഹൂത്ത്, ആരെ പറ്റി? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറ്റി അള്ളാഹ് പറയാണ്. യൂനുസ് നബിന്റെ ഭാര്യ ആണ്ടട്ടോ. യൂനുസ് നബി ആരാ? റസൂലാണ്, നബിയാണ്, പ്രവാചകനാണ്, ദഅവത്ത് നടത്താൻ അള്ളാഹ് തെരഞ്ഞെടുത്ത ആളാ. പക്ഷെ ഓനെ പോലെ ആവരുത്, അയാളെ പോലെ ആവരുത് എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹത്തെ പോലെ ആയരുത് എന്ന് പറഞ്ഞില്ലേ? ഏത് വിഷയത്തിൽ? ക്ഷമ കാണിച്ചില്ല. ആണോ? ഒരു പ്രവാചകനെ പോലും ഇത്ര സൂക്ഷ്മമായിട്ടാണ് അള്ളാഹു വിലയിരുത്തുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? അപ്പൊ എങ്ങനെ ഓരോ ദിവസം ജീവിക്കേണ്ടത്? എങ്ങനെയാ പടച്ചോൻ ഇബാദത്ത് ചെയ്യേണ്ടത്? എങ്ങനെയാ മതമനുസരിച്ച് ജീവിക്കേണ്ട സഹോദരന്മാരെ? അപ്പൊ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഏത് പ്രകാരം പരിഗണിക്കണം, അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നു